വീണ്ടും നമ്മൾ വയനാട്ടിലേക്ക് പോവുകയാണ്. അവിടെ പ്രതിഷേധത്തിന്റെ ജ്വാലയാണ് കണ്ടത്. പോളിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തെരുവിലേക്ക് ഇറങ്ങി പുൽപ്പള്ളി അങ്ങനെ ജനരോഷത്താൽ മുഖരിതമാകുന്ന കാഴ്ച കണ്ടു. പോളിന്റെ മൃതദേഹം സംസ്കരിക്കാനുള്ള നടപടികളിലേക്കൊക്കെ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പോളിന്റെ കുടുംബത്തിനുള്ള ഉറപ്പുകൾ അത് പാലിക്കപ്പെടും എന്ന് ADM തന്നെ നേരിട്ടെത്തി അറിയിച്ചു. 10 ലക്ഷം രൂപ ഇന്ന് തന്നെ നൽകും നഷ്ടപരിഹാരമായി എന്നും അറിയിക്കുന്നുണ്ട്. കമൽ ചേരുന്നുണ്ട്. കമൽ, അവിടെയുള്ള പ്രതിഷേധങ്ങൾക്കൊക്കെ അയവ് വന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? സംസ്കാര നടപടികളിലേക്ക് കടന്നുപോ. പ്രതിഷേധങ്ങളൊക്കെ അവസാനിച്ചിരിക്കുന്നു. വീട്ടിൽ ഇപ്പോൾ വൈദികർ ഉറക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റ് വൈദികരും കന്യാസ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ, ബന്ധുക്കൾ, അടുത്ത അയൽക്കാരൊക്കെയാണ് ഇപ്പോൾ വീട്ടുമുറ്റത്തുള്ളത്. പ്രതിഷേധ സ്വരങ്ങളൊക്കെ അവസാനിച്ചിരിക്കുന്നു. എന്താണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ADM നേരിട്ടെത്തി രേഖാമൂലം കാര്യങ്ങൾ അറിയിച്ചു, അത് വായിച്ചു. അപ്പോഴും ചില പ്രതിഷേധങ്ങൾ ഉയർന്നു. പിന്നീട് ഈ പോളിന്റെ ഭാര്യ പിതാവ് ഇടപെട്ട എത്രയും പെട്ടെന്ന് മൃതദേഹം ഇറക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ബാക്കി പ്രതിഷേധക്കാരെ പോലീസ് രംഗത്ത് നിന്ന് മാറ്റി മൃതദേഹം ഇറക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തു. ഇപ്പോഴിതാ പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ രാവിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിൽ നിന്ന് കൊണ്ടുവന്ന മൃതദേഹമാണ്. അത് ഇനിയും കൂടുതൽ സമയം വെച്ചുകൊണ്ടിരിക്കാനാവില്ല. ഇവിടെയും ആംബുലൻസ് കുറെ സമയം വെയിലത്ത് കിടന്നു. എന്തായാലും ഇപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചിരിക്കുന്നു. ഇനി ചടങ്ങുകൾ തീരുന്ന മുറയ്ക്ക് തൊട്ടടുത്ത പുൽപ്പള്ളിയിലെ സെന്റ് ജോർജ് യാക്കോബായ പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ. അങ്ങോട്ട് എത്രയും പെട്ടെന്ന് വീട്ടിലെ ചടങ്ങുകൾ അവസാനിപ്പിച്ച് കൊണ്ടുപോകും. കാണാനുള്ളവരൊക്കെ ഏകദേശം കണ്ട് മടങ്ങിയിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ പ്രാർത്ഥനാ ചടങ്ങുകളാണ് പുരോഗമിക്കുന്നത്. മറ്റൊന്ന്, പുൽപ്പള്ളിയിൽ നേരത്തെ ഉണ്ടായിരുന്ന പ്രതിഷേധവുമായൊക്കെ ബന്ധപ്പെട്ട പുൽപ്പള്ളി ടൗണിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെയും ഇപ്പോൾ പ്രതിഷേധങ്ങളൊക്കെ അവസാനിച്ചിരിക്കുന്നു എന്നാണ് അറിയുന്നത്. എന്താണെങ്കിലും ഈ ഉറപ്പുകളൊക്കെ നൽകിയ ADM നേരിട്ടെത്തിയ സാഹചര്യത്തിലാണ് ഈ വീട്ടിലെ സാഹചര്യം ഈ മറ്റ് ചടങ്ങുകൾക്ക് അനുകൂലമായി പ്രതിഷേധങ്ങളൊക്കെ ഒഴിവായത്. കമൽ, ഇനിയുള്ളത് പരിഹാരവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചർച്ചകളിലേക്ക് നീങ്ങേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ വയനാട് MP കൂടിയ രാഹുൽ ഗാന്ധി ഇന്ന് വാരാണസിയിൽ നിന്നും തിരിക്കുകയാണ്. യോഗ തീരുമാനമായി സർക്കാരിലേക്ക് അറിയിക്കും. നഷ്ടപരിഹാര തുകയായ 10 ലക്ഷം രൂപയിൽ 5 ലക്ഷം രൂപ ഇന്ന് തന്നെ കുടുംബത്തിന് കൈമാറുന്നതും ബാക്കി 5 ലക്ഷം രൂപ തഹസിൽദാരുടെ പക്കൽ നിന്നും അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന അന്നേ ദിവസവും കൈമാറുന്നതാണ്. ചർച്ചയുടെ ആവശ്യമായി ഉയർന്നുവന്ന 50 ലക്ഷം രൂപയിൽ ബാക്കി വരുന്ന 40 ലക്ഷം രൂപ കുടുംബത്തിന് അനുവദിക്കുന്ന കാര്യത്തിൽ ചർച്ചയുടെ തീരുമാനമായി സർക്കാരിലേക്ക് ശുപാർശ ചെയ്യും. ബഹുമാനപ്പെട്ട MLA-മാരും ജനപ്രതിനിധികളുമായത് സർക്കാരിന് ലഭിക്കുന്നതിനായി പ്രയത്നിക്കും. മകളുടെ വിദ്യാഭ്യാസ ചെലവുകൾ സർക്കാർ ഏറ്റെടുക്കുമെന്ന് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. പര്യത്തിന്റെ ഭാര്യയ്ക്ക് വനംവകുപ്പിൽ താൽക്കാലിക ജോലി നൽകും. സ്ഥിരം ജോലി ലഭിക്കുന്നതിലേക്ക് അപേക്ഷ ലഭിച്ചുകൊണ്ട് സർക്കാരിലേക്ക് നൽകും. കുടുംബത്തിന് കടബാധ്യത ഉണ്ടെങ്കിൽ ആയത് എഴുതിത്തള്ളുന്ന ആവശ്യത്തിന് ജില്ലാ ഭരണകൂടം മുൻകൈയെടുത്ത് സർക്കാർ തലത്തിൽ അനുകൂല തീരുമാനം പരിഗണനയ്ക്ക് നൽകും. പ്രശ്നക്കാരനെന്ന് ചർച്ചയിൽ ഉന്നയിച്ച ആനയെ നിരീക്ഷിക്കുന്നതിന് വനംവകുപ്പ് നടപടി സ്വീകരിക്കും. വനംവകുപ്പിലെ ഇക്കോ ടൂറിസം ഗൈഡ് എന്ന രീതിയിൽ ഏതെങ്കിലും ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാകുകയാണെങ്കിൽ അതിനുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്തും. വനം വകുപ്പിലെ ഇക്കോ ടൂറിസം ഗൈഡ് എന്ന രീതിയിൽ പരേതന്റെ കുടുംബത്തിന് സാധ്യമായ എല്ലാ സഹായവും വനവകുപ്പ് ചെയ്യും. ത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ബാക്കിയുള്ളത് 40 ലക്ഷത്തിന്റെ ഗ്യാരണ്ടി ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റാണ്. ആ ഗവൺമെന്റ് ക്യാബിനറ്റ് തീരുമാനമെടുത്ത് ഈ പോളിന്റെ കുടുംബത്തിന് 40 ലക്ഷം ഉറപ്പുവരുത്തണം. അതിന് മുഖ്യമന്ത്രി അടിയന്തരമായിട്ട് വയനാട് സന്ദർശിച്ച് ഈ ജനങ്ങൾ നേരിടുന്ന ഈ വിഷയത്തിനൊരു ശാശ്വത പരിഹാരം കാണണം. ഇവിടെ ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് വായിക്കാൻ പോകുന്നു. ADM സർക്കാരിന് വേണ്ടി ഉറപ്പുകൾ കുടുംബത്തെ വായിച്ച് കേൾപ്പിച്ചതിൻ്റെ കാഴ്ചകളാണ് കണ്ടത്. കമലുണ്ട്. കമൽ, ഇപ്പോൾ ഉറപ്പുകൾ വായിച്ച് കേൾപ്പിച്ചു. ഇനി ശാശ്വതമായ പരിഹാര നടപടികളിലേക്കൊക്കെയാണ് ഇനി പോകേണ്ടത്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള ഇടപെടലാണ് അക്കാര്യത്തിൽ വേണ്ടത്. അത് ഒരു പൊതു നിലപാടെന്ന നിലയിൽ ഇടപെടലായി വരികയും വേണം. രാഹുൽ ഗാന്ധി MP വയനാട്ടിലേക്ക് എത്തുകയാണ്. മുഖ്യമന്ത്രി കൂടി അവിടേക്ക് എത്തണം എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണോ അവർ ഉന്നയിക്കുന്നത്? മുഖ്യമന്ത്രി എത്തണമെന്ന ഒരു ആവശ്യം ഉയരുന്നുണ്ട്. ചില CPIM കേന്ദ്രങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി ഉടൻ തൊട്ടടുത്ത ദിവസം അല്ലെങ്കിലും മുഖ്യമന്ത്രി ജില്ലയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ജില്ലയിലേക്ക് എത്തുമെന്നൊരു വിവരം കഴിഞ്ഞ ദിവസം ലഭിച്ചിരുന്നു. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞത് പ്രതീക്ഷ കേട്ടോ എന്ന് എനിക്കറിയില്ല, ഗവർണർ വരുന്നു എന്നൊരു വിവരം ചില കേന്ദ്രങ്ങളിൽ നിന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ഈ മരണ വീടുകളൊക്കെ സന്ദർശിക്കുന്നത്. ഔദ്യോഗികമായി രാജ്ഭവൻ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഇറക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ അങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധി രാത്രിയോടെ എത്തുമെന്ന ഒരു വിവരം ഇപ്പോൾ ലഭിക്കുന്നുണ്ട്.
ഈ വീട്ടിൽ എന്തായാലും ഇപ്പോൾ പ്രാർത്ഥനാ ചടങ്ങുകൾ ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. വൈദികരൊക്കെ ഉണ്ട്. ഇനി എത്രയും പെട്ടെന്ന് പള്ളിയിലേക്ക് മാറ്റണം, സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കണം. ഇന്നലെ ഉച്ചയോടെ മരണം സംഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ അതിനാണ് ഏറ്റവും പ്രധാന പരിഗണന നൽകുന്നത്. അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ഈ നൽകിയ ഉറപ്പുകളുടെ ഫോളോ അപ്പ് ഒക്കെ നടക്കേണ്ടതുണ്ട്. അത് ജനപ്രതിനിധികളുടെ കൂടി ഉത്തരവാദിത്തമാണ്. ചില കാര്യങ്ങൾ മന്ത്രിസഭ തീരുമാനിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതൊക്കെ പ്രത്യേകിച്ച് ഈ രണ്ടുപേരുടെയും കാര്യത്തിൽ, അജീഷിന്റെ കാര്യത്തിലും പോളിന്റെ കാര്യത്തിലും ചില ഉറപ്പുകൾ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ശുപാർശകൾ സർക്കാരിലേക്ക് നൽകാമെന്ന ഉറപ്പാണ് നൽകിയത്. അത് സർക്കാർ ഏത് തരത്തിൽ പരിഗണിക്കുന്നു, അത് അംഗീകരിക്കുന്നുണ്ടോ എന്നൊക്കെ ഫോളോ അപ്പ് ചെയ്യേണ്ടത് MLA-മാരുടെ കൂടി ചുമതലയാണ്. MLA-മാർ അത് ഏറ്റിട്ടുമുണ്ട് അന്ന ചർച്ചകളിലൊക്കെ. എന്തായാലും തൽക്കാലം ഈ സംഘർഷമൊക്കെ മാറി ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നു. അടുത്ത ബന്ധുക്കളും പുരോഹിതരും ഒക്കെയാണ് ഇപ്പോൾ ഇതിലുള്ളത്. മൃതദേഹം കാണാൻ വന്ന ആളുകളൊക്കെ ഏതാണ്ട് കണ്ടു മടങ്ങിയിരിക്കുന്നു. ഇനി പള്ളിയിലേക്ക് എത്രയും പെട്ടെന്ന് ഈ ചടങ്ങുകൾ പൂർത്തിയാക്കി പുൽപ്പള്ളി സെന്റ് ജോർജ് യാക്കോബായ പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അങ്ങോട്ട് മൃതദേഹം ഉടൻ മാറ്റും. കമൽ, വനം വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ സുരക്ഷയുടെ കാര്യത്തിലൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഈ വെല്ലൂർ മഗ്ന ദൗത്യവുമായി ബന്ധപ്പെട്ടൊക്കെ കൂടുതൽ ആളുകളും അവിടേക്കാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ ഒരു ദൗത്യം ഒരു വഴിക്ക് നീങ്ങുന്നു. അത് സംബന്ധിച്ചൊന്നും വിവരം നമുക്ക് ഇന്ന് കിട്ടിയിട്ടില്ല. അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുമോ? പ്രതീഷ്, ഉച്ചവരെയുള്ള അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടിയിരുന്നു. ഇന്നും ദൗത്യ സംഘം അതിന് പിന്നാലെ തന്നെയുണ്ട്. ഇന്ന് മാറിയിരിക്കുന്നത് നമ്മൾ ആദ്യ ദിവസങ്ങളിലൊക്കെ പാവലി വനമേഖലയിലാണ് ഉള്ളത്. ഇന്നലെ രാത്രി മാനന്തവാടി MLA ഉൾപ്പെടെയുള്ളവർ ദൗത്യ സംഘവുമായി ചർച്ച നടത്തിയിരുന്നു. ദൗത്യത്തിന്റെ പുരോഗതിയൊക്കെ അവർ MLA ഉൾപ്പെടെ അറിയിച്ചിരുന്നു. എന്തായാലും ഇന്നും വളരെ സജീവമായി തന്നെ ദൗത്യം നടക്കുന്നുണ്ട് എന്നാണ് ദൗത്യസംഘവുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയുന്നത്. ഉന്നത ഉദ്യോഗസ്ഥർ മാത്രമാണ് ഈ സംഭവമൊക്കെയായി ബന്ധപ്പെട്ട് ചർച്ചകൾക്കും മറ്റും പോയത്. മറ്റ് ഈ ദൗത്യസംഘവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുഴുവൻ അംഗങ്ങളും അവിടെ തന്നെയുണ്ട്. കർണാടക സംഘവും അവർക്കൊപ്പം തന്നെയുണ്ട്. അത് എന്തായാലും മുന്നോട്ട് പോകുന്നു എന്ന വിവരം തന്നെയാണ് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുക. ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് നമുക്ക് അല്പസമയത്തിനകം ലഭ്യമാകും. അതിന്റെ ഏത് ലൊക്കേഷനിൽ ആണ് എന്നൊക്കെയുള്ള സംബന്ധിച്ച് എന്തായാലും അതും ആ ഭാഗത്ത് നടക്കുന്നു. പുൽപ്പള്ളിയിൽ ആണ് ഇന്ന് പ്രതിഷേധങ്ങളൊക്കെ അരങ്ങേറിയത്. അത് ഈ ദൗത്യം നടക്കുന്ന മേഖലയിൽ നിന്ന് കുറച്ച് അകലെയാണ്. ശബരി നദിയുടെ കമലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കുടുംബത്തിന് നഷ്ടപരിഹാരം ഉറപ്പ് നൽകിക്കൊണ്ടുള്ള രേഖാമൂലമുള്ള മറുപടിയാണ് ADM വായിച്ചു കേൾപ്പിച്ചത്. അല്പസമയത്തിനകം പോളിന്റെ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കാൻ പോകുന്നു. പുൽപ്പള്ളിയിലെ പ്രതിഷേധം അവസാനിച്ചു. വീട്ടിൽ നേരത്തെ ഉണ്ടായിരുന്ന പ്രതിഷേധവും ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്.